ഭക്തി എന്നതിന്റെ അർത്ഥം ഒരിക്കലും വിനിമയം നടത്തുകയെന്നതല്ല. ഭക്തിയിലൂടെ നിർവഹിച്ച കർമ്മങ്ങളെ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തുവാനും കഴിയുകയില്ല. ഭക്തിയെ അളക്കുകയെന്നത് പാരിതോഷികങ്ങളുടെ എണ്ണത്തിലാകരുത് രാവണ. അങ്ങനെയുള്ള ഭക്തി ഒരിക്കലും സമ്പൂർണമാവുകയില്ല. ഭക്തിയുടെ പാദങ്ങൾ ആജീവനാന്തം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അഥവാ നീ നമ്മെ വില്ലുപത്രത്തിലൂടെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും നാം ആഗതനാകുമായിരുന്നു. എന്നാൽ നിന്റെ അഹങ്കാരത്തിന് സമക്ഷം വില്ലുപത്രത്തിന് പോലും യാതൊരു മഹത്വവും ഉണ്ടായിരുന്നില്ല രാവണ. സ്വർണത്തിന്റെ തിളക്കം നിന്റെ ഭക്തിയെ അന്ധകാരമയമാക്കുകയായിരുന്നു. യഥാർത്ഥ ഭക്തി ഒരിക്കലും വ്യക്തി സാമൂഹികമായ സമസ്ത വ്യത്യാസങ്ങളുടെയും മൂലാധാരമെന്തെന്ന് നിനക്കറിയാമോ ഗണേശ? അജ്ഞാനം തന്നെ. ഇവിടെയുള്ള മഹാജ്ഞാനികൾ സ്വന്തം ജ്ഞാനത്തിന്റെ അഹങ്കാരത്തിൽ മുഴുകുകയും ആഡംബര ഭ്രമത്തിൽ അകപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു. പരോക്ഷത്തെക്കാളേറെ മഹത്വം പ്രത്യക്ഷമായ കാര്യങ്ങൾക്കാണ് നൽകുന്നത്. ആധ്യാത്മികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാഥമികത്വം നൽകുന്നത് ഭൗതികമായ കാര്യങ്ങൾക്കാണ്. ശരീരത്തിന്റെ പരിശുദ്ധിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മനസ്സിന്റെ പരിശുദ്ധി അനിവാര്യമാണെന്നുള്ള സത്യം വിസ്മരിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിന്റെയും ഭരണാധികാരിയുടെയും ധർമ്മത്തിന്റെയും കാഴ്ചപ്പാടിൽ ഉച്ചവർഗമായി കരുതുന്ന വ്യക്തികളെല്ലാം തന്നെ